എൻ്റെ പേര് സഗീഷ്. കണ്ണൂർ ഗവൺമെൻറ് ITIയിലെ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടറാണ്. ITIയിലെ 2 വർഷ മെട്രിക് ട്രേഡായ ഇലക്ട്രോണിക് മെക്കാനിക് എന്ന കോഴ്സിനെ കുറിച്ചാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ഫോളോ ചെയ്യുന്ന സിലബസാണ് ഈ ഇലക്ട്രോണിക് മെക്കാനിക് ട്രേഡിലുള്ളത്. 10ാം ക്ലാസ്സാണ് ഈ കോഴ്സിൻ്റെ അടിസ്ഥാന യോഗ്യത. ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NCVTയുടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇനി എന്തൊക്കെയാണ് ഈ കോഴ്സിൻ്റെ പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ എന്ന് നോക്കാം. ട്രേഡ് തിയറിയും ട്രേഡ് പ്രാക്ടിക്കലും കൂടാതെ കുട്ടികളുടെ കാൽക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പ് സയൻസ് ആൻഡ് കാൽക്കുലേഷൻ, അതുകൂടാതെ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, എംപ്ലോയബിലിറ്റി സ്കിൽ എന്ന സബ്ജക്റ്റ് കൂടി അടങ്ങിയിരിക്കും. അതുകൂടാതെ പഠന കാലയളവിൽ തന്നെ കുട്ടികൾക്ക് വിവിധ സ്ഥാപനങ്ങളിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് നടത്താൻ സാധിക്കും. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ നിർമ്മാണം, അവയുടെ പ്രവർത്തന രീതികൾ, സർവീസിംഗ് എന്നിവയിലാണ് ഈ കോഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതുകൂടാതെ ഇലക്ട്രോണിക് സർക്യൂട്ട് സോൾഡറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV, മൊബൈൽ സർവീസിംഗ്, സോളാർ പാനലുകളുടെയും UPS, ഇൻവെർട്ടർ എന്നിവയുടെ പ്രവർത്തന രീതികളും ഇൻസ്റ്റാളേഷനും, കൂടാതെ ആധുനിക ടെക്നോളജികളായ IoT, അതായത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, മൈക്രോ കൺട്രോളർ പ്രോഗ്രാമിംഗ് എന്നിവയിലും പരിശീലനം ലഭിക്കുന്നു. ഇലക്ട്രോണിക് മെക്കാനിക് കോഴ്സ് കഴിഞ്ഞവർക്ക് സർക്കാർ സ്വകാര്യ മേഖലകളിൽ ധാരാളം ജോലി ലഭിക്കുന്നുണ്ട്. സർക്കാർ മേഖലകളിൽ ISRO, VSSC, DRDO, റെയിൽവേ എന്നിവിടങ്ങളിൽ ടെക്നീഷ്യൻ തസ്തികകളിൽ ജോലി ലഭിക്കുന്നു. സ്വകാര്യ മേഖലകളിൽ മൊബൈൽ സർവീസിംഗ്, മെഡിക്കൽ എക്യുപ്മെന്റ് സർവീസിംഗ്, CCTV എന്നീ മേഖലകളിൽ സ്വദേശത്തും വിദേശത്തുമായി ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. ഇനി അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് മെക്കാനിക്സ് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഈ പറഞ്ഞ മേഖലകളിൽ ഒരു സ്വയം തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാനും സാധിക്കും. ഇനി ഉപരിപഠനത്തിന് താല്പര്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ കോഴ്സിനും അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, മാറിവരുന്ന ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ കാലത്ത് പ്രസക്തമായ ഒരു തൊഴിൽ അധിഷ്ഠിത കോഴ്സാണ് ഇലക്ട്രോണിക് മെക്കാനിക്.